ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട് എൻഊര് എന്ന പൈതൃക ഗ്രാമത്തിലേക്കാണ്. ആദിവാസി ജീവിതം അടുത്തറിയാനും അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാനും ഒപ്പം തന്നെ അതൊരു വിനോദസഞ്ചാര പദ്ധതിയായും കോർത്തിണക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് മുമ്പിൽ തുറന്നു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനും മനസ്സിലാക്കാനുമായിട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ എൻഊര് പൈതൃക ഗ്രാമത്തിൻ്റെ പ്രധാന കവാടത്തിൽ എത്തിയിരിക്കുന്നു. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്ക്. അതുപോലെ 9 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശന സമയം. മറ്റൊരു കാര്യം കൂടി, സ്റ്റിൽ ക്യാമറ 150 രൂപയാണ്, വീഡിയോ ക്യാമറ 250 രൂപയാണ്. എന്നാൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിന് പ്രത്യേക ചാർജ് ഒന്നുമില്ല. ഗോത്രജനതയുടെ സംസ്കാരം പിടിച്ചു വെക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഇവിടെ കാണാനാവുക. പ്രകൃതിയുടെ സൗന്ദര്യവും ഈ സംസ്കൃതിയുടെ സൗന്ദര്യവും ഒന്നായി മാറുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ ലഭിക്കുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അത് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. കോട മൂടിയ അന്തരീക്ഷവും തണുപ്പും നമുക്ക് വല്ലാത്ത ഫീൽ നൽകും. ഗോത്രത്തനിമ വിളിച്ചോതുന്ന ഈ കുടിലുകളും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴിയും പടവുകളുമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 പ്രീമിയം ഭക്ഷണശാലകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗോത്ര വിഭാഗങ്ങളുടെ തനത ഭക്ഷണവും മറ്റ് ഭക്ഷണവും ഇവിടെ ലഭിക്കും. ലക്കിടി ആയതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ മഴ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് സന്ദർശകർ ഒരു കുട കരുതുന്നതായിരിക്കും നല്ലത്. വെയിലായാലും മഴയായാലും അത് നമുക്ക് ഉപകരിക്കും. ഇനി നമുക്ക് കുടിലുകളുടെ കാഴ്ചയിലേക്ക് കടക്കാം. ഗോത്ര വിഭാഗത്തിൻ്റെ കെട്ടിട നിർമ്മാണ രീതി നമ്മളിൽ കൗതുകമുണർത്തും. പരമ്പരാഗതമായി അവർ ഉപയോഗിച്ചു വരുന്ന സാധനങ്ങളാണ് ഇവിടെയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കരകൗശല വസ്തുക്കൾ, പരമ്പരാഗത തനത കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചമരുന്നുകൾ, മുള, ചൂരൽ ഉൽപ്പന്നങ്ങൾ, പാരമ്പര്യ ഔഷധ ചെടികൾ തുടങ്ങിയവ ഈ വിപണിയിൽ വിൽപ്പനക്കായി ഒരുക്കിയിരിക്കുന്നു. ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ അടുത്തറിയാനുള്ള വിവിധ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൈക്കോൽ കൊണ്ട് തന്നെയാണ് മേൽക്കൂര മേഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരു ഗോത്ര പൈതൃക ഗ്രാമത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു ദിവസം വന്ന് കറങ്ങാൻ പറ്റിയ നല്ല ഒരിടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുമാത്രമല്ല, ഗോത്രവർഗ സംസ്കാരം പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താനും ഇത് വളരെ ഉപകരിക്കും. സ്കൂൾ കുട്ടികൾക്കും മറ്റും ഇവിടെ വരികയും പഠിക്കുകയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും.